ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമുക്കൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുറിച്ചിടാൻ നോക്കുന്നതാണ് ഗൈസ്. അപ്പം അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ചുള വറക്കൂലേ നമ്മൾ, അതാണ് പരിപാടി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുങ്ങനെ മുറിച്ചിടുന്നതാണ്. ഓരോ ചുള ഇരിഞ്ഞെടുത്തിട്ട് മുറിച്ചിട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പം അത് നമുക്കൊന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. നല്ല നേരിയതായിട്ട് മുറിച്ചിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കണം. നല്ല ചുള വറുത്ത് അടിപൊളി ടേസ്റ്റാണ്. അപ്പം അത് നമുക്കൊന്ന് കാണാം. ഇതേപോലെ എല്ലാം മുറിച്ചെടുക്കണം. നമുക്ക് കുറച്ച് നേരം പിടിക്കും ഇതെല്ലാം മുറിച്ചെടുത്ത് വരുമ്പോഴത്തേക്ക്. എന്നാലും കുഴപ്പമില്ല, തിന്നാൻ നല്ല ടേസ്റ്റാണല്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് മുറിച്ചോണ്ടിരിക്കാം. ഇങ്ങനെയാണ് ഞാൻ മുറിച്ചിടുന്നത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചിലവർ ചില മോഡലിൽ മുറിച്ചിടുന്നുണ്ടാവും. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഇതെല്ലാം മുറിച്ചെടുക്കാം ഗൈസ്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ കാണാൻ. എന്താണെന്നറിയില്ല, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നോക്കുമ്പോൾ കുറേ ഭാഗം ബ്ലറായിപ്പോയി. എന്താണ് ഫോണിൻ്റെ തകരാറാണോ എന്താണെന്ന് അറിയില്ല. 2 പ്രാവശ്യമായി അതേപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. സംഭവം എന്നാണെന്ന് എനിക്കറിയില്ല. എന്നിട്ടിപ്പം ഞാനത് പ്രൈവറ്റാക്കി വെച്ചിട്ടാണ് ഗൈസുള്ളത്. ഇനിയിപ്പം വീണ്ടും നാളെ ആ വീഡിയോ ഇടണം. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ. വീണ്ടും ഇട്ട് തന്നെ ഇടുന്നതെന്ന് വിചാരിക്കറേ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ആയിപ്പോയി അത് സംഭവം. എന്താണെന്ന് അറിയില്ല എനിക്ക്. എന്തായാലും കണ്ടവരെല്ലാം സൂപ്പർ എന്നെല്ലാം പറഞ്ഞു. വയ്യ ബിന്ദൂസ് മാത്രമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബിന്ദുവിന് ഒരുപാട് താങ്ക്സ് ബിന്ദു. ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നിടത്ത് ബിന്ദുവിന് ഞാൻ ഒരു താങ്ക്സ് അറിയിക്കുന്നതാണ്. എൻ്റെ കാര്യം പറഞ്ഞു. ഇന്നാൾ അതേപോലെ ആയിട്ട് അത് വേറെ ഒരാളാണെന്ന് പറഞ്ഞെന്ന് അവരെ പേര് മറന്നുപോയി. സ്ഥിരം പണ്ടെല്ലാം എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആളാണ്. അവരെ വീഡിയോ ഞാനും കാണാറുണ്ടായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ കാണില്ല, എപ്പോഴെങ്കിലും മാത്രമേ കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. പണ്ടേ ഉള്ള കൂട്ടായിരുന്നു. അവരും ഇതേപോലെ പറഞ്ഞു ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പറഞ്ഞു തന്ന്. അപ്പോൾ എന്നിട്ടാണ് ഞാൻ ശ്രദ്ധിച്ച് വീണ്ടും അത് ഇതേപോലെ മാറ്റിയിടേണ്ടി വന്ന എനിക്ക്. അതേ അനുഭവം ഇതെനിക്ക് ഒരിക്കലും കൂടി സംഭവിച്ചു ഗൈസ്. എന്താണെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. എന്തെന്നായിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ബ്ലറായി പോയതാണോ എന്നാണെന്നറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, വീഡിയോ കാണുന്നില്ല. അങ്ങനെയായിരുന്നു ഉള്ളത്. എന്തോ സംഭവിച്ചു പോയി 2 പ്രാവശ്യം. അതുകൊണ്ട് വീഡിയോ ഇടാനുള്ളൊരു മൂഡില്ലാത്ത പോലെ അങ്ങനെ 2 പ്രാവശ്യം ആയിട്ട് നോക്കുമ്പം ഒരു രസമില്ല. നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്തിട്ട് അത് അങ്ങനെ ആവുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം ഉണ്ടാവില്ലേ നമുക്ക്. അതേപോലെ ആയിപ്പോയി എനക്കും. എന്താണെന്നറിയില്ല. അപ്പം ഞാൻ ഇതെല്ലാം മുറിച്ചിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് കേട്ടാ. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ഇത്രയാണ് മുറിച്ചിട്ടിട്ടുള്ളത്. ആ ചക്ക ഇത്രയാണുള്ളത് മുറിച്ചിട്ടിട്ട്. അപ്പോൾ ഇനി നമുക്ക് വറുക്കാൻ നോക്കിയാലോ. എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് വറുക്കാൻ നോക്കാം ഗൈസ്. അതല്ലേ നല്ലത്. അപ്പോൾ ഗൈസ് അതിന് വേണ്ടിയിട്ട് ഞാനിതാ മഞ്ഞപ്പൊടിയും ഉപ്പും എടുത്തിട്ട് കലക്കി കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ടിത് വറുത്ത് പോരാം. ചക്കച്ചുള നമുക്ക് വറുത്തെടുക്കാം. പാൻ വെച്ച് അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കായട്ടെ. അപ്പം ലാസ്റ്റ് ഇത് വറുത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് നമ്മൾ ഈ മഞ്ഞളിൻ്റെ വെള്ളവും ഉപ്പും ചേർത്തിട്ടുള്ള ഇത് കുടഞ്ഞു കൊടുക്കുക ചെയ്യുക. അപ്പം അന്നേരം ആ ചക്കച്ചുളക്ക് ആ ഉപ്പാടെ പിടിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. എല്ലാവരും എങ്ങനെയാണ് ചെയ്യലെന്ന് എനിക്കറിയില്ല. നമ്മൾ ചെയ്യുന്ന പരിപാടി അതാണ്. അപ്പോൾ ഇതായിക്കഴിഞ്ഞാലാണ് നമ്മളങ്ങനെ ചെയ്യുക. വറുത്ത് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇത് വറുത്ത് നല്ല കറുമുറ് പോലെ ആവില്ലേ ചക്കച്ചുള വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ തീ അങ്ങ് ചെറുതാക്കും. ഇല്ലെങ്കിൽ തീ പാളിക്കളിയല്ലോ അതുകൊണ്ട്. എന്നിട്ടാണ് ഇത് കുടയുക. നേരത്തെ ഒരു ചെറിയ തീപ്പാളൽ പോലെയെല്ലാം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. അപ്പം നമുക്ക് കാണാം എങ്ങനെയാണ് ഇതാക്കുന്നത് എന്നുള്ളത്. നമുക്ക് കാണാം ഗൈസ്. വെളിച്ചെണ്ണ കാഞ്ഞോ നോക്കട്ടെ. കാഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഞാനിതിലേക്ക് ചുള വറുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് ഇടുന്നില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ഞാൻ. ഒന്ന് ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത് ഏകദേശം ആയിട്ടുണ്ട് ഞാൻ വറുത്ത സാധനം. അപ്പം ഞാൻ ഇതിലേക്ക് ഈ ഉപ്പിൻ്റെയും മഞ്ഞളിൻ്റെയും വെള്ളം കുറച്ചൊന്ന് കുടയുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്കൊന്നും കൂടി ഇളക്കാം. ഇങ്ങനെയാണ് ഞാൻ ആക്കുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി. അപ്പം അത് ക്ലിയറായിട്ട് എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പം ഞാനിതായത് കോരുന്നുണ്ട്. ഇതായി. അപ്പോൾ ഇത് ഞാൻ കോരിയെടുക്കുന്നുണ്ട്. ഇനി എല്ലാം ആയതിൻ്റെ ശേഷം നമുക്ക് കാണാതെ ഇതല്ലേ നല്ലത്. ഇനി ഞാൻ എല്ലാം എടുത്തതിൻ്റെ ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചക്കച്ചുള വറുക്കുന്ന വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതാ ചക്കച്ചുളയെല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ തീ ഓഫാക്കട്ടെ. ഇതാ ഇത്രയാണ് നമുക്ക് വറുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത്രയാണ് ഗൈസ് ചക്കച്ചുള വറുത്തിട്ട് കിട്ടിയിട്ടുള്ളത്.
കണ്ടല്ലോ. അപ്പോൾ ഇതും കൂടി കോരിയിട്ട് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി. നല്ല ടേസ്റ്റാണ്, നല്ല ഇതാ കണ്ടല്ലോ. നല്ല കറുമുറ് തന്നെ ഉണ്ട്, ആവാണ്ടൊന്നുമില്ല ഗൈസ്, എല്ലാം ആയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഇതും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ ബായ്. ഇതാ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.